ധർമ്മസ്ഥലയ്ക്കടുത്തുള്ള ബൽത്തങ്കടി അതൊരു മുസ്ലിം ഭൂരിപക്ഷം. ഞാൻ ഈ മുസ്ലിം ഇതുമായിട്ട് കൂട്ടിക്കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ സാധാരണ ഇന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അൽ ജസീറ ചാനലിന് ഒരു താല്പര്യമില്ലാത്തതാണ്. ബട്ട് ധർമ്മസ്ഥല കവർ ചെയ്തത് അൽ ജസീറയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഡയമെൻഷൻ മനസ്സിലാകുന്നത്. ഇത് വലിയൊരു എന്തോ ഒരു കാര്യത്തിനുള്ള പുറപ്പാടാണ്. അല്ലെങ്കിൽ അൽ ജസീറ, ഖത്തറിലെ അൽ ജസീറയ്ക്ക് കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ കൊലപാതകം നടന്നാലെന്താ, നടന്നില്ലെങ്കിലെന്താ? അതൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ അല്ലല്ലോ. അപ്പോൾ അതൊരു മലൈനിങ് ക്യാമ്പയിനാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തെ ലാക്കാക്കിയിട്ട് മുസ്ലിം ഗ്രൂപ്പുകൾ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ്. അതുകൊണ്ടാണ് അൽ ജസീറ അത് ഏറ്റെടുക്കുന്നത്. പിന്നെ വീരേന്ദ്ര ഹെഗ്ഡെ BJPയുടെ അത് അവർക്ക് BJP ബന്ധം, അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് ബന്ധമുള്ള കക്ഷികളാണ്. ബട്ട് അവർക്ക് വീരേന്ദ്ര ഹെഗ്ഡെയൊന്നും അല്ല അവരുടെ നോട്ടം. ഈ ധർമ്മസ്ഥല എന്നുള്ള ക്ഷേത്രത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നോക്കിയോ, കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ ആങ്കർമാരും ഇടതുപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതുപോലത്തെ ആൾക്കാരും ഒക്കെ ഇത് പറയും. നമുക്കറിയാം ധർമ്മസ്ഥലയിൽ പണ്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കേൾക്കുന്നത് ഈ ധർമ്മസ്ഥലയിൽ എന്താ, അത് ഒന്നുമില്ലാതെ ചീറ്റിപ്പോയല്ലോ, കള്ളാരോപണമായിരുന്നല്ലോ. ബട്ട് ആ സ്റ്റിഗ്മ അങ്ങ് നിൽക്കും ധർമ്മസ്ഥലയുടെ പുറത്ത്. ഇവിടെയാണ് കേട്ടോ മറ്റേ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ ഒന്നും എത്തിയില്ല കേട്ടോ. എത്തിയില്ല, പക്ഷേ സംഭവം ഉള്ളതാണല്ലോ. അതിപ്പോൾ തെളിവൊന്നും കിട്ടിക്കാണുന്നില്ല. ഒരുപാട് കാലം കഴിഞ്ഞില്ലേ, മണ്ണിലൊക്കെ ദ്രവിച്ചൊക്കെ പോയി കാണും അസ്ഥിയൊക്കെ. അല്ല, അത് ചുമ്മാ ഒരാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞ് ആ സ്റ്റിഗ്മ, ചീത്തപ്പേര് ധർമ്മസ്ഥലയ്ക്ക് ഉറയ്ക്കും. അതാണ് ഇവരുടെ പരിപാടി. ഇത് ഉറച്ചില്ലെങ്കിൽ അവരെ ഉറപ്പിക്കും, പറഞ്ഞ് ഇങ്ങനെ. ഇടയ്ക്ക് യൂട്യൂബർ, കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയായ യൂട്യൂബർ മനാഫൊക്കെ ഇതിനെതിരെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. മറ്റേ ഇതുപോലെ തൽപര കക്ഷികളൊക്കെ ഉണ്ടാകും. ഈ പലരും പല ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കും. ബട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ ഹിന്ദു വിരുദ്ധ വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പാൽപ്പായസം കിട്ടിയ പോലെയാണ്. അത് വലിയ ആഘോഷിച്ച് കൊടുക്കും. ഇതിപ്പോൾ ഈ സ്റ്റോറി പൊളിഞ്ഞത് കേരള മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. ഇപ്പോൾ പൊളിഞ്ഞല്ലോ സംഭവം, അത് വന്നിട്ടില്ല. പൊളിഞ്ഞതിനെക്കുറിച്ച് ചർച്ചയില്ല, വാർത്ത പോലും അല്ല ഇത്. വാർത്ത പോലും ആക്കില്ല. നോക്കിക്കോ, ഈ SITയുടെ ഓപ്പറേഷൻ നിർത്തിവെച്ചു എന്നുള്ളതും വാർത്തയാക്കി. ഇനി വാർത്തയാക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഓപ്പറേഷൻ. പരമേശ്വര എന്തോ കള്ളത്തരം കാണിച്ചു, ഇയാൾ സത്യസന്ധനാണ്, ഈ മുഖം മൂടിക്കാരൻ അയാൾ സത്യസന്ധനാണ് എന്നുള്ള രീതിയിൽ വാർത്ത ചെയ്യും. ഈ DK ശിവകുമാറൊക്കെ പറഞ്ഞതോടുകൂടി പിന്നെ കോൺഗ്രസിനും പ്രത്യേകിച്ച് റോളില്ലാതായി. DK ശിവകുമാർ പറഞ്ഞത് ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, വോട്ട് പോകുക, അതുകൊണ്ട് വേറെ വഴിയില്ല. അവിടെ ധർമ്മസ്ഥലയുടെ ഗുഡ് വിൽ അതിഭയങ്കരമാണ് കർണാടകയിൽ. അപ്പോൾ അതിനെ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ DK ശിവകുമാറിൻ്റെ വോട്ട് പോകും. അല്ലാതെ അങ്ങേർക്ക് അമ്പലം നന്നാവണം അങ്ങനെയൊന്നും വിചാരിച്ചു. മാത്രമല്ല, കോൺഗ്രസ് ആദ്യമേ തന്നെ അതിൽ വലിയൊരു പിടുത്തം വെച്ചിരുന്നില്ല. ഒന്ന് അവർക്കും നല്ല ബന്ധമൊക്കെ ഉണ്ട് ധർമ്മസ്ഥല മാനേജ്മെൻറ്റുമായിട്ട്. നമ്പർ 2, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദു വോട്ട് കർണാടകത്തിൽ അസാമാന്യമായ ഹിന്ദു കൺസോൾട്ടേഷനുണ്ട് വോട്ടിൽ. അത് പ്രയാസമാകും, വലിയ തിരിച്ചടി ഉണ്ടാകും തിരഞ്ഞെടുപ്പിൽ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞത്.